നമഃശിവായ. ഐശ്വര്യത്തിന്റെ പൊൻചിങ്ങം മണ്ണിൽ ആഘോഷത്തിന്റെ കതിരുകൾ പൂക്കുന്ന ഈ സുദിനത്തിൽ ഒരു നാടിന്റെ ആവേശം ഇതാ ഒരുങ്ങുകയായി. അർപ്പിക്കുന്ന പ്രാർത്ഥനകളിലും അർച്ചിക്കുന്ന കോവളതലങ്ങളിലും പ്രസാദിക്കുന്ന അഭീഷ്ടദായകനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വാഴുന്ന പുണ്യഭൂമിയാണിത്. അതെ, ഇത് 64 കലകൾക്കും ഉപാസനാമൂർത്തിയായ ഭഗവാന്റെ മണ്ണ്. നാടിന്റെ ദേശനാഥനായ കൈലാസനാഥൻ വിളങ്ങുന്ന തൃപ്പുലിയന്നൂർ. നാടെന്നും സമൃദ്ധിയോടെ പകർന്നിടുന്ന ധന്യപ്പെരുമയും ധനലക്ഷ്മി വാണിടും നാണ്യപ്പെരുമയുമായി പെരുമയൂരുന്ന നാടിന് അന്നദാന പ്രഭുവായി മഹാദേവൻ വാഴുന്ന മണ്ണിൽ ആനപ്രേമി സംഘം പുലിയന്നൂർ ഒരുക്കുകയായി. പ്രൗഢഗംഭീരമാകുന്ന ആനയോട്ട് ആനകളെ നെഞ്ചിലേറ്റിയും ആനക്കമ്പം എന്ന മഹാസപരിയിൽ മനസ്സാൽ ലയിച്ചും നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനതയുടെ കൂട്ടായ്മ ഇത്. കരളിൽ ലയിച്ചു ചേർന്ന ആനക്കമ്പവുമായി കരിയടകിന് പിന്നാലെ കൂടിയ യുവത ഇതാ. വകഭേദങ്ങൾ ഏതുമില്ലാതെ കൊമ്പനും പിടിയും നിറയുന്നൊരു ഗജസംഗമം ഇന്നിവിടെ ഒരുക്കുകയായി. ആണ്ടുതോറും നടത്തിവരുന്ന ആചാര പെരുമയിലെ തിരുവുത്സവവും ആറാട്ടും നിറയുന്ന പുണ്യഭൂമിയിൽ ഇന്നിതാ ആനയുടനായി ജനം നിറയുകയായി. തൃപ്പുലിയന്നൂരിലെ ആനയൂട്ട് കൂടുവാൻ ദേശാധിപനും കാരുണ്യമൂർത്തിയുമായ തൃപ്പുലിയന്നൂരപ്പന്റെ മണ്ണിലേക്ക് ശതകോടി സ്വാഗതം, സുസ്വാഗതം. മലയാള മണ്ണിനായി സമ്മാനിച്ച സൗന്ദര്യത്തിന്റെ നേർരൂപം ഗജകുല താമര കർണി ഓദര പുതുക്കുളങ്ങര ശ്രീ പാർവതി. ആനയൂട്ട് കൂടുന്നവൾ ഓദര ദേശം വാഴുന്ന ശ്രീ മഹാദേവി കാരമൽ പുത്രിയായി ദേശദേശാന്തരങ്ങൾ കടന്ന് കീർത്തിയേറിയവൾ. ഓദര ദേശം അടക്കി വാണിരുന്ന ശ്രീ ശങ്കരിക്ക് ശേഷം ഓദരയുടെ ഹൃദയം കവർന്ന പിടിയാന ചന്തം ഇതാ തന്റെ സാരഥി കല്ലിശ്ശേരി അണിച്ചേട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പുലിയന്നൂരിന്റെ രാജഭൂമിയിലേക്ക് കടന്നു വരികയാണവൾ. ഓദര പുതുക്കുളങ്ങര ശ്രീ പാർവതി. പൊന്നുകെട്ടിയ പള്ളിയോടത്തിൽ പാർത്ഥസാരഥിയെ കാണുവാൻ പുറപ്പെടുന്ന ജനതയ്ക്ക് ആനച്ചന്തത്തിന്റെ കാഴ്ച സമ്മാനിക്കുന്ന ശ്രീ പാർവതി വരികയാണ്. വള്ളപ്പാടുകൾ കേട്ട് പളർന്ന ആന കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ സൗന്ദര്യ തേജസ് ഒരുങ്ങുകയായി. നാട്ടാന സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം തന്റെ ചെവിയിളകൾ കൊണ്ട് അവിസ്മരണീയമാക്കുന്ന ഗജസുന്ദരി. കുമാരനെല്ലൂർ അമ്മയുടെ മണ്ണിലും ചേരാനെല്ലൂർ ഭഗവതിയുടെ തട്ടകത്തിലും കൊടുങ്ങല്ലൂർ അമ്മയുടെ പൊൻപൂരത്തിലും അണിനിരക്കുന്ന വനിത തന്റെ അഴകിന്റെ പെരുമ പുലിയന്നൂരിന് സമ്മാനിച്ചുകൊണ്ട് ആനപ്രേമി സംഘം പുലിയന്നൂരിനോടൊപ്പം ആനയൂട്ടിലേക്ക് വന്നു ചേരുകയായി. ആന കേരളത്തിന്റെ മുഖശ്രീയായ സുന്ദരിക്കുട്ടി ഗജകുല താമര കർണി ഓദര പുതുക്കുളങ്ങര ശ്രീ പാർവതിക്കും സാരഥിമാർക്കും 1000 സ്വാഗതം, സുസ്വാഗതം. ആനപ്പന്തിയിൽ വരുംകാല വാഗ്ദാനമായി നിറയുന്നൊരു കൊച്ചുകൊമ്പൻ ഇതാ പുലിയന്നൂർ ദേവരുടെ ആനയൂട്ട് കൂടുവാൻ കടന്നു വരികയായി. ഇവൻ സങ്കടഹരനായ തിരുവാഴപ്പള്ളി ദേവരുടെ മാനസപുത്രൻ ഗജരാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ. അടിച്ചിറങ്ങിയ ചരിത്രഭൂമിയിലേക്ക് മറ്റൊരു ആനയൂട്ട് കൂടുവാൻ തന്റെ സാരഥി പ്രമോദ് മാനാനത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഒരു രാജകുമാരനായി കടന്നു വരികയാണവൻ. വാഗ്ദാനങ്ങളും വാഴ്ത്തിപ്പാടലുകളും ഒരുക്കി മാതംഗ മലയാളം കാത്തിരിക്കുന്ന അഴകിന്റെ രാജകുമാരൻ തനിക്കു താൻ ചേരുന്ന വേദികളിൽ യുവരാജാവിന്റെ തലപ്പൊട്ടം കൊണ്ട് ആരാധകരെ സൃഷ്ടിക്കുന്ന 1ാം തരം പുതുതലമുറക്കാരൻ. ആനകൾക്കും ആനക്കഥകൾക്കും പേരുകേട്ട കോട്ടയം മണ്ണിലെ അഴക് നിറയും മാതംഗ സുകുമാര്യം. അക്ഷരനഗരിയുടെ കിഴക്കേ കവാടം കടന്നിറങ്ങി താരഗണപതിമാർക്കിടയിൽ പൂരം കൂടി പഠിച്ചവൻ മഹാദേവപുത്രൻ വാഴപ്പള്ളി മഹാദേവനും സാരഥിമാർക്കും തൃപ്പുലിയന്നൂർ ആനയൂട്ടിലേക്ക് സ്വാഗതം.
ഇതാ ഈ മണ്ണിലേക്കും വരികയായി. ഇവൻ അക്ഷരനഗരിയുടെ ആത്മാവ് ഉറങ്ങുന്ന കോട്ടക്കാട്ടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ ഗജനായകൻ, കോട്ടയം നാട്ടിലേക്ക് കൊമ്പന്മാരെ കേൾവി കേട്ട പാദങ്ങളിൽ വഴി നടത്തിയ സാരഥി, കോട്ടക്കാട് അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ ഇടന്നൂർ ആനയൂട്ടിലേക്ക് കടന്നു വരികയായി രാജശേഖരൻ. ഈ കോട്ടക്കാട്ടിന്റെ രാജശേഖരനും സാരഥിമാർക്കും ആനയൂട്ട് കൂടുവാൻ സ്വാഗതം, സുസ്വാഗതം. ചരിത്രരേഖകളിൽ തന്റെ നാമവും രചിച്ചു ചേർന്നവൻ, ആവേശങ്ങളെ തന്റെ സുവർണ്ണ നെറ്റിപ്പട്ടത്തിൽ ചേർത്തുകെട്ടി ഇതിഹാസ കാലങ്ങളെ വരവേറ്റു നിന്നവൻ, തിടം കേട്ടി നിന്ന് കൂട്ടാളിയായും ആവേശങ്ങൾക്ക് പലകുറി അർത്ഥം സമ്മാനിച്ച അടകുന്ന ഗജതാരകം ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണനും വരികയായി. വലിയന്നൂരിന്റെ കൈകൾ പിടിച്ച് വരികയാണവൻ. പടിയറിവുകൾ തനിക്ക് പുതുമയല്ലെന്നും വൻമരങ്ങൾ തനിക്ക് കളിപ്പാട്ടങ്ങളെന്നും പലകുറി തെളിയിച്ചവൻ, തിരുവൈക്കത്തും തിരുവേറ്റുമാനൂരും തിരുനക്കരയിലും താരമായി എഴുന്നള്ളി നിന്നവന് സ്വാഗതം. ഇവൻ അക്ഷരം നക്ഷത്ര ശോഭയുള്ള രാജാക്കന്മാർക്ക് ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ അഴകും ദൈവവും അറിയുന്ന തനിനാടൻ ആനച്ചന്തമായി ആന കേരളത്തിലെ തലമുതിർന്ന ചട്ടക്കാരൻ ശ്രീ പള്ളിപ്പുറം ബാബുച്ചേട്ടന്റെ കൈകൾ പിടിച്ചു വരികയാണവൻ. പുതുമയാർന്ന വേദികളിൽ തന്റെ അഴക് തീർക്കുവാൻ ദേശിംഗ നാട് കടന്ന തിരുവൈക്കത്തിന് സ്വന്തമായവൻ, ജനിച്ച മണ്ണിനോടും വളർന്ന മണ്ണിനോടും കിടപിടിച്ച ബാല്യവും യൗവനവും തെക്കന്റെ വിരിമാറിലേക്ക് പൂരപ്പറമ്പുകൾക്ക് സമർപ്പിച്ചവൻ, അഴകിന്റെ നിലവിളക്ക് പോലെ ലക്ഷണ ഗുണങ്ങളുമായി വജ്രാഭയും അണിഞ്ഞ് താരമായി നിൽക്കുന്നവൻ. അതെ, ഇവൻ തെക്കൻ മലയാളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും മാറ്റെടുന്ന സഖ്യകുലപതി, വടക്കൻ രാജഭൂമികൾ വരവേറ്റ് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന മാറ്റന്റെ ശ്രീമാൻ ഗജകേസരി വേമ്പനാട് വാസുദേവൻ. തെക്കും വടക്കും നിറയുന്ന താരമൂല്യങ്ങൾക്ക് നായകത്വം വഹിക്കുവാൻ വേദികളായ വേദികളിലേക്ക് ചേക്കേറുന്നവൻ, ചരിത്രം കുറിച്ച തമ്പുരാക്കന്മാർ പിറവികൊണ്ട വടക്കൻ ഭാരതത്തിന്റെ മടിത്തട്ടിൽ നിന്നും തെക്കൻ കേരളത്തിന്റെ വിരിമാറിലേക്ക് അവതരിച്ചവൻ. അതേ, പടയണിയുടെ പ്രൗഢി നിറയുന്ന കോട്ടാങ്കൽ ഭഗവതിക്ക് പതിവായി സേവന ചെയ്യുന്ന ഒരു ദേശത്തിന്റെ ഒന്നാകെയുള്ള ആവേശം തന്നെ അഴകിന് മുതൽക്കൂട്ടാക്കിയ താരനായകൻ, പ്രൗഢിയുടെയും പകിട്ടിന്റെയും പര്യായമായ ഗജരാജ സൗമ്യൻ, ഭൈരവ രൗദ്രപ്രിയ ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ. ഇനി വരികയാണ് അക്ഷരനഗരിയുടെ ആവേശനായകൻ. ഇവനാണ് കേരളത്തിന്റെ ഹൃദയത്തിൽ തന്നെ താരമുദ്ര ആഴത്തിൽ പതിപ്പിച്ച നായകൻ.
മണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഇനി ഒരു പെണ്ണഴക് വരികയാണ്. തോട്ടേക്കാട് നാടിന്റെ ആഘോഷത്തിൽ ആവേശം നിറയ്ക്കുന്ന യൗവനറാണി യുവരാജകുമാരി തോട്ടേക്കാട് കുഞ്ഞിലക്ഷ്മി. കാലം കോട്ടയം നാടിന് വരദാനമായി നൽകിയപ്പോൾ അഴകിന്റെ ആവനാഴിയുമായി ആന കേരളം ഭരിക്കാനിറങ്ങിയവൾ. പുതുമയുള്ള താരങ്ങൾക്ക് വരവേൽപ്പ് നൽകിയ മണ്ണിൽ ആവേശത്തിന്റെ പര്യായം രചിച്ച വശ്യമനോഹരി. ചോറ്റാനിക്കരയമ്മയുടെ മണ്ണിലും കൊടുങ്ങൂർ ഭഗവതിയുടെ തിരുമണ്ണിലും എഴുന്നള്ളിയുന്ന ചരിത്രം കുറിച്ചവൾ. പിടിയാന പൂരങ്ങൾക്ക് പേരുകേട്ട നാട്ടിലെല്ലാം ആവേശമായി വന്നെത്തുന്ന ഗജസൗന്ദര്യം. ഇതാ താരമായി നിൽക്കുവാൻ, അരങ്ങിനെ കോടിക്കരിപ്പിക്കുവാൻ പ്ലാത്താമുട്ടം അനീഷിന്റെ കൈകൾ തിരിച്ചുകൊണ്ട് കടന്നു വരികയാണ് അക്ഷരനഗരിയുടെ സുന്ദരി കുട്ടി യുവരാജകുമാരി തോട്ടേക്കാട് കുഞ്ഞിലക്ഷ്മി.
പുലിയന്നൂരിന്റെ അഭിമാനമായി അവതരിക്കുകയാണ് കാളി. കർണാടക കാടിന്റെ മടിത്തട്ടിൽ അന്നക്കരയുടെ അമ്മ ഭഗവതിക്കായി അവതാരം കണ്ട കാളി. ആശ്രമവാസിയുടെ കാഷായ വേഷം തനിക്ക് വേണ്ടെന്ന് കൽപ്പിച്ച് ആന കേരളത്തിന്റെ പോരാട്ട വീര്യം ഏറ്റെടുത്ത കാളി. കനകപ്രഭയുടെ കൈരളിയുടെ മണ്ണിൽ വിജയതികമുള്ള വേദികളിൽ അലങ്കാരമാക്കിയ കാളി. ആനന്ദ സ്വരൂപടിയായ ശ്രീ ഭദ്രകാളി അകമനസ് തൊട്ട് അനുഗ്രഹിച്ചപ്പോൾ ആവേശപർവ്വങ്ങളെടുത്ത് അമ്മാനമാടിയ കാളി. അത് ആർത്തിരമ്പുന്ന പുരുഷാരത്തെ ആരവങ്ങൾ കൊണ്ടടക്കി ഭരിച്ച് ആനത്തം തന്റെ രീതിയാക്കിയ കാളി വരികയാണ്. അത് പുലിയന്നൂരപ്പന്റെ വന്യഭൂമിയെ ഉയര പെരുമ കൊണ്ട് അലങ്കരിച്ച് അവതരിക്കുകയായി. ആന കേരളത്തിന്റെ ഹിമവാൻ വടക്കുംനാഥന്റെ കൈലാസഭൂമിയിൽ വരപ്രസാദത്തിന്റെ തിരുഭസ്മക്കുറി അണിഞ്ഞെഴുന്നള്ളിക്കുന്ന അതേ ഹിമവാൻ വംശപാരമ്പര്യത്തിന്റെ തമ്പുരാക്കന്മാർ വാണവിളങ്ങുന്ന വെള്ളവനാട്ടിൽ വീരന്മാരെ വരെ മുട്ടുകുത്തിച്ച വീരവീര ഹിമവാൻ ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരാടകങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ചക്കുമറശ്ശേരിയിൽ താണ്ഡവമാടിയ ഹിമവാൻ ചെറായിക്കരയുടെ വിരിമാറിൽ ഇതിഹാസത്തിന്റെ പര്യായത്തിന് പലകുറി വിജയത്തിലകം തുടിപ്പിച്ച ഒരേ ഒരു ഹിമവാൻ വരികയാണ് മക്കളെ. താരപ്രഭയുടെ രാജകീയത താരത്തിളക്കമാക്കി സമ്മാനിച്ച സാരഥിമാർ തൃക്കാരിയൂർ വിനോദത്തിന്റെയും പറവൂർ വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ആനപ്രേമി സംഘം പുലിയന്നൂരിന്റെ സാക്ഷാൽ ഗജരാജ ഹിമവാൻ ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ. ഇവൻ പൂർണ്ണതകളുടെ അധുമയായ പൂർണ്ണത്രയീശനെ പൂരമലയാളത്തിന്റെ രാജകീയത കാത്തവൻ. ഘടകപൂരത്തിന്റെ നായകനായി പൂരനഗരിയിൽ കാലുകുത്തി വരും കാലത്തിന്റെ വരവറിയിച്ചവൻ. നെന്മാറവേലയുടെ നെടുനായകത്വവും ജനക്കട്ടൂർ പൂരത്തിന്റെ താരനായകത്വവും തന്റെ പേരിൽ കുറിച്ചിട്ടവൻ. ചെമ്പൂത്രയിലും ചാലിശ്ശേരിയിലും ചീരംകുളത്തും ചെറുവരമ്പത്തുകാവിലും ചരിത്രം കുറിച്ചു നിന്ന് വളർന്നവൻ. തിരുനക്കര ദേവരുടെ പടിവാതിൽ കടന്ന പടിഞ്ഞാറൻ പടയുടെ താരനായകനായവൻ. തിരുവൈക്കത്തപ്പനെ അഷ്ടമി തിരുനാളിൽ എഴുന്നള്ളിച്ച് ആഘോഷത്തിന്റെ പ്രജാപതിയായി തീർന്നവൻ. ഇതാ തൃപ്പലിയന്നൂരിന്റെ ചരിത്രഭൂമിയിൽ പുളകം കൊള്ളിച്ചുകൊണ്ട് അവതരിക്കുന്നു കൂട്ടരെ. ആന കേരളത്തിന്റെ കാളി. ആനപ്രേമി സംഘം കൊണ്ടുവരികയാണ് കാളി. ആരവങ്ങളെയും ആഘോഷങ്ങളെയും അവസാന വാക്കായി ആന കേരളം നെഞ്ചിലേറ്റാൻ ഒരുങ്ങുന്ന കാളി. പള്ളിവാളും പട്ടുകെട്ടിയ ചിലമ്പുമായി തട്ടകത്തമ്മ കാവലുള്ള തമ്പുരാൻ കുട്ടി. ചിറക്കലെ തമ്പുരാൻ കുട്ടി. സാക്ഷാൽ ഗജതാര ചക്രവർത്തി ഗജരാജ ഹിമവാൻ ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ. ഇളമ്പള്ളൂർ ശ്രീദേവിയുടെ മാനസപുത്രൻ യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചു ഗണേശൻ. കാവലായി വാഴുന്ന ചൈതന്യത്തിന്റെ സ്വരൂപിണിയുടെ നാമധേയം ഇഹലോകത്തിടിമുഴക്കമാക്കി തീർക്കുവാൻ പോകുന്ന ആൺകുട്ടിയുടെ വരവാണത്. വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും വിജയത്തിന്റെ വെള്ളിത്തേരിൽ ചൈത്രയാത്ര തുടരുന്നവൻ. പൂരങ്ങളുടെ ആവേശമാകാനും പുതുമയുടെ തുടർച്ച നൽകുവാനും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കുമ്പനാന. ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആരവം ഇരട്ടിയാക്കി തീർക്കുവാനിതാ വന്നു ചേരുകയാണ് പുലിയന്നൂർ ആനയൂട്ടിലേക്ക് ഗണേശനും. തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച തമ്പുരാട്ടിയെ വണങ്ങി വടക്കുംനാഥന്റെ മണ്ണിലേക്ക് വരെ ചൈത്രയാത്ര നടത്തിയവൻ. പൂർണ്ണത്രയീശന്റെയും തൃപ്രയാർ തേവരുടെയും തിരുവമ്പാടി കണ്ണന്റെയും ശീവേലിയെടുത്ത് മികച്ച പൂരക്കാലത്തേക്ക് ചുവടുവച്ചവൻ. ഇതാ വേദികളെ ആവേശമാകുവാൻ വീരസ്യത്തോടെ വന്നെത്തുകയാണ് ഒരു യുവകുമാരൻ. കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആന കേരളത്തിന്റെ ഇളമ്പൂരാൻ യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചു ഗണേശൻ.
കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് കൊച്ചു ഗണേശൻ. തുടരുന്നവൻ പൂരങ്ങളുടെ ആവേശമാകാനും പുതുമയുടെ തുടർച്ച നൽകുവാനും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കൊമ്പനാന ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആരവം ഇരട്ടിയാക്കി തീർക്കുവാനില്ല വന്നു ചേരുകയാണ് പുലിയന്നൂരിന്റെ മണ്ണിലേക്ക് ഇളംവള്ളൂർ കൊച്ചു ഗണേശൻ. സകല വരികളും വാക്കുകളും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അന്നദാന പ്രഭുവായ എൻ്റെ ഹൃദയനാഥൻ, ഞങ്ങളുടെ ഹൃദയനാഥൻ തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും പുലിയന്നൂരപ്പന്റെ പുണ്യഭൂമിയിലേക്ക് വീണ്ടും വന്ന ഈ ഗജവിവരണം നടത്തുവാൻ അവസരം നൽകിയ പുലിയന്നൂർ ആനപ്രേമി സംഘത്തിലെ മുഴുവൻ കൂട്ടുകാർക്കും, എലിഫന്റ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയിലെ മുഴുവൻ പ്രവർത്തകർക്കും, ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങൾക്കും ഭക്തകോടികൾക്കും 1000 നന്ദി അർപ്പിക്കുകയാണ്. ഈ സമയം ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മനോഹരമായി കൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹപൂർവ്വം ശൈലീഷ്.